അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിൽ ആശങ്ക. ഏറ്റവും ഒടുവിൽ രോഗം സ്ഥിരീകരിച്ചത് മലപ്പുറത്തെ 17-കാരന്. കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച തൃശൂർ സ്വദേശിയുടെ രോഗ ഉറവിടം സംശയിക്കുന്ന ഹോട്ടൽ അടച്ചുപൂട്ടി. വിവരങ്ങളുമായി റിയാസ് കേമാറാണ് ചേരുന്നത്. റിയാസ്, അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് വ്യാപിക്കുന്ന സാധ്യതയാണ്, അല്ലെങ്കിൽ വ്യാപിക്കുന്നുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി ഓരോ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്തെ 13-കാരന് ഇടയ്ക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടുണ്ട്. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് റിയാസ്? ഗുഡ് മോർണിംഗ്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ആശങ്ക പരത്തി പടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് നമുക്കറിയാം, ഇത് മലീമസമായ ജലത്തിലൂടെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പടരുക എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആണ് തൃശ്ശൂർ ചാവക്കാട് സ്വദേശിയായ അബ്ദുറഹീം എന്ന് പറയുന്ന 60 വയസ്സുകാരൻ, കോഴിക്കോട് ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന അബ്ദുറഹീം മരിച്ചത്. അബ്ദുറഹീമിൻ്റെ കൂടെ വാടകയ്ക്ക് താമസിക്കുന്ന കോഴിക്കോട് പന്നിയങ്കരയിലാണ് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അബ്ദുറഹീമിനൊപ്പം തന്നെ വാടകയ്ക്ക് താമസിച്ചിരുന്ന കോട്ടയം സ്വദേശി ശശി കഴിഞ്ഞ ദിവസം 14-ന് മരിച്ചിരുന്നു. അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് ശശിയുടേത് ഹൃദയാഘാതമാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ ശശിക്കും ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടായിരുന്നു എന്ന ഒരു സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. സമാനമായ ചില രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ബന്ധപ്പെട്ടവർ അധികൃതരെ അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശശിയും അബ്ദുറഹീമും കഴിഞ്ഞിരുന്ന വാടക വീട്ടിൽ മൂന്നാമത്തെ ഒരാളും കൂടിയുണ്ട്. അയാളോട് മാറി താമസിക്കാൻ ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യ വിഭാഗം അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ പന്നിയങ്കര പോലീസ് സ്റ്റേഷന് നേരെ സമീപത്തുള്ള ഹോട്ടൽ, ആ ഹോട്ടൽ ഇപ്പോൾ തന്നെ അറ്റകുറ്റപ്പണിക്കായി അത് ഓണത്തിന് ശേഷം തുറന്നിട്ടില്ല. പക്ഷേ ആ ഹോട്ടലിലെ വെള്ളം അതാണോ എന്ന് സംശയമുണ്ടോ? ഒന്നുകിൽ ഈ വാടക വീട്ടിലെ കിണറ്റിലെ വെള്ളം, അല്ലെങ്കിൽ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന വെള്ളം, ഈ രണ്ട് കാര്യമായിരിക്കും ഈ റഹീമിൻ്റെ മരണത്തിലേക്ക് നയിച്ച അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ, അല്ലെങ്കിൽ ശശിയുടേത് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടായിരുന്നു എന്ന സംശയത്തിലേക്ക് കഴിഞ്ഞ 14-ന് മരിച്ച ശശിയുടേത് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ ഹോട്ടലിലെ വെള്ളമാണ് എന്ന് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കരുതെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഈ ഹോട്ടൽ അധികൃതർക്ക്, ഹോട്ടൽ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ഹോട്ടൽ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഒരു കടുത്ത ജാഗ്രതയുണ്ട്. മറ്റൊന്ന്, ഈ വാടക വീട്ടിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ കിണർ ശുചീകരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നടപ്പാക്കിയിട്ടുമുണ്ട്. ആ കിണർ ശുചീകരിക്കുന്ന ആവശ്യമായ നടപടികൾ ഈ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതരുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അതിനിടെ ഏറ്റവും ഒടുവിൽ മലപ്പുറത്തെ 13-കാരന് രോഗം സ്ഥിരീകരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ, കോഴിക്കോട് നഗരത്തിലെ ആശുപത്രികളിൽ മാത്രം ചികിത്സയിൽ കഴിയുന്നത് 11 പേരാണ്. അതിൽ തന്നെ ഈ മലപ്പുറത്ത് 13-കാരനുൾപ്പെടെ 4 കുട്ടികൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗമായിട്ടുള്ള മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിൽ തുടരുന്നു. മറ്റ് 6 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഒപ്പം തന്നെ ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ, കോഴിക്കോട് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിൽ തുടരുകയാണ്. അങ്ങനെ 11 പേർക്കാണ് നിലവിൽ കോഴിക്കോട് മാത്രം ഈ രോഗബാധയുള്ളത്. മറ്റ് ജില്ലകളിലെ കണക്കുകൾ ഇതുവരെ ഈ ഇടയ്ക്ക് വല്ലപ്പോഴും ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നതല്ലാതെ കൃത്യമായൊരു കണക്കുകൾ പുറത്തു വരുന്നില്ല എന്നുള്ളതും ഒരു ആശങ്ക പരത്തുന്നുണ്ട്. ഈ മാത്രമല്ല, മരണത്തിൻ്റെ കണക്കുകൾ കൃത്യമായി അത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചയാളെ മറ്റ് എന്തെങ്കിലും കാരണമുണ്ടോ എങ്കിൽ അത്തരം കാരണങ്ങളിലേക്ക് നീക്കുന്ന ഒരു സാഹചര്യവും ആരോഗ്യ വിഭാഗം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഇത് ആരോഗ്യവകുപ്പിന് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന വകുപ്പിൻ്റെ ഒരു പിടിപ്പുകേടായി തന്നെ വിലയിരുത്തപ്പെടുമെന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ചില തന്ത്രപരമായ നീക്കം. പക്ഷേ അത് ഗുണകരമാണോ എന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കട്ടെ. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ അത് പരിശോധിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായും അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത അനിവാര്യമാണ്. രേണുക. ശരി റിയാക്സ്.